ഗൈസ് നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് ടു ബൾഡ് ആൻഡ് ബിയർ റിയാക്ട്സ്. ഡിയസ് എറ എന്ന ചിത്രം നമുക്കറിയാം. രാഹുൽ സദാശിവൻ ഡയറക്ട് ചെയ്ത് പുറത്തു വരുന്ന നമ്മുടെ സ്വന്തം പ്രണവ് മോഹൻലാൽ നായകനായിട്ട് വരുന്ന ഒരു കംപ്ലീറ്റ് ഒരു ഹൊറർ, ഒരു ഇന്റർനാഷണൽ ലെവലിലുള്ള ഒരു ഹൊറർ ചിത്രമാണ് ഒക്ടോബർ 31 പുറത്തിറങ്ങാൻ പോകുന്നത്. പക്ക വെയിറ്റിംഗ് ആണ്, ഭയങ്കര എക്സൈറ്റഡ് ആണ്. അത് ഒന്നാമത് രാഹുൽ സദാശിവനാണ് ഡയറക്ഷൻ. അതിന്റെ ട്രെയിലറും ടീസറും കണ്ടപ്പോൾ തന്നെ അത് കിളി പോയൊരു സാധനം. ആൻഡ് ഇപ്പോൾ ഓരോന്ന് പോസ്റ്ററൊക്കെ ഇറക്കി വിടുന്നുണ്ട്. ഇജാതി പോസ്റ്റർ എന്നെല്ലാം പറഞ്ഞാൽ നമ്മളിങ്ങനെ ഞെട്ടിത്തെറിച്ചിരുന്നു പോകും. അജാതി സാധനങ്ങളാണ് ഇറക്കി വിടുന്നത്. ബ്ലഡ് എ സർട്ടിഫിക്കറ്റും കൂടിയാണ്. അത് ഹൊറപ്പടത്തൊരു എ സർട്ടിഫിക്കറ്റ് വരിക എന്ന് പറയുന്നത് യെസ്. സോ അതിൻ്റെ ഇൻറ്റൻസിറ്റി എത്രത്തോളം ഉണ്ടെന്ന് കാണിക്കുന്ന കുറേ കാര്യങ്ങളാണ്. അപ്പോൾ ഇപ്പോൾ ഇറക്കി വിട്ടിട്ടത് അതിൻ്റെ ഒരു പാട്ടാണ് കേട്ടോ, ദ ഡേ ഓഫ് റാത്ത്. അപ്പോൾ ക്രിസ്റ്റോഫ് സേവിയർ ആണ് ഇതിൻ്റെ മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു 3 മിനിറ്റ് 45 സെക്കൻഡുള്ള ഒരു BGM, ഒരു സോങ് ഇറക്കി വിട്ടിട്ടുണ്ട്. ഇത് കാണാൻ പോണ് വേറെ രീതിയിൽ, വേറെ ഏതോ ഒരു ലൂപ്പിലേക്ക് അല്ലെങ്കിൽ ഒരു ട്രാൻസിലേക്ക്, ഒരു ഹൊറർ ലൂപ്പിലേക്കാണ് നമ്മൾ പോകുന്നത്. പാട്ട് മാത്രമേ ഇല്ല കേട്ടോ. സോ ഡിയസ് എറ, ദ ഡേ ഓഫ് റാത്ത്. ഓ ഓ full of tears and full of dread, is the day that wakes the dead, calling all with solemn blast to be judged for all their past. The day of wrath. നോ സബ്ടൈറ്റിൽസ് ഇല്ല. അന്ന് നോക്കിയാ എൻ്റെ അമ്മേ. Oh. 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 എന്തുവാടേ? ക്രൂരമായ കാഹളത്തിന്റെ അത്ഭുതനാദം ഓരോ ശവകുടീരത്തെയും കീറിമുറിച്ച് ഏവരെയും സിംഹാസനത്തിന് മുമ്പാകെ മുട്ടുകൊത്തിക്കും. അന്ന് ആകാശവും ഭൂമിയും ചാരമായി കിടക്കും. കണ്ണുനീരും ഭയം മൂടുന്ന ആ ദിവസം മരിച്ചതെല്ലാം ഉണർത്തപ്പെടുന്നു. എന്താണത്? അയ്യോ, ഗംഭീര സാധനമാണ്. ട്രാൻസ്, ഹൊറർ ട്രാൻസ്. ഓ man. The day of wrath. Man, oh my God. എൻ്റെ മോനെ, ഷിറ്റ് മാൻ, എൻ്റെ അമ്മ. ഓഫ്, എന്താ പറയേണ്ടതെന്നറിയില്ല മക്കളെ. ഇത്
ഇതൊരു ഹൊറർ ലൂപ്പാണ്, ഒരു ഹൊറർ ട്രാൻസ്. സംതിങ് ചെകുത്താൻ്റെയും യക്ഷിയുടെയും വാമ്പയറിൻ്റെയും, അല്ലെങ്കിൽ ആ ലോകത്തേക്ക് മമ്മി, നമ്മളെ എന്താണ് കൺചറിങ് വട്ടവർ ഇറ്റ് ഈസ് കോൺചറിങ്, അതിൻ്റെയൊക്കെ ഒരു സാധനങ്ങൾ കൊണ്ടുള്ള ഒരു പെട്ടപ്പ്. എൻ്റെ മോനെ എച്ചാതി സാധനമാടാ ചെയ്തു വെച്ചിരിക്കുന്നത് ക്രിസ്റ്റോ സേവിയർ. ഫസ്റ്റ് ഓഫ് ഓൾ ആ ഫസ്റ്റ് ഒരു പെട്ടെന്ന് ആ ചെലങ്കയുടെ ശബ്ദം മിക്സ് ആക്കുന്ന ഒരു സാധനം, ആ ചെലങ്കിയിട്ട് ഒരാൾ വരുന്നത് പോലെ, ലൈക്ക് നമുക്ക് വി കുഡ് ഫീൽ, കണ്ണടച്ച് നിന്നിട്ട് നമുക്ക് ആ ഒരു കേൾക്കുന്ന സമയത്ത് സമ്മൺ ഈസ് കമ്മിങ് എന്ന രീതിയിൽ ഒരു പെണ്ണ് ചെലങ്കയൊക്കെ ഇട്ടിട്ട്. അത് കഴിഞ്ഞിട്ട് വേറൊരു സാധനമുണ്ട്, ഒരു വേറെ തന്നെ ഒരു സൗണ്ട്. എന്താണെന്ന് എനിക്ക് മനസ്സിലായി, നിങ്ങൾക്ക് മനസ്സിലായിട്ടെന്ന് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ലൈക്ക് പെട്ടെന്നൊരു സൈലന്റ് ആയിട്ട് പെട്ടെന്നൊരു സാധനം വരുന്നുണ്ട്, ഈ ഒരു സാധനം, അതാരോ പറയുന്നത് പോലെ, സംതിങ് ലൈക്ക് ദാറ്റ്. എൻ്റെ അവസാനം എൻഡിങ്ങിലില്ല ആ ചെലങ്കേൻ്റെ സംതിങ്. ആൻഡ് അതിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെ പറയുന്നുണ്ട്, അതൊന്നും ക്ലിയർ അല്ല. വേറെ ഒന്നും അതിൻ്റെ സബ് ടൈറ്റിൽസ് ഞാൻ നോക്കി, അത് ഓണും അല്ല, ഇംഗ്ലീഷും മലയാളത്തിലും എന്തൊക്കെ പറയുന്നുണ്ട്. അത് ആ ഒരു ദിവസത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ആ ഒരു പൈശാചികമായ സംഭവങ്ങളെക്കുറിച്ചോ എന്തൊക്കെ ആവാം അല്ലേ, സൂപ്പർ നാച്ചുറൽ എലമെന്റ്സ് അല്ലെങ്കിൽ സൂപ്പർ നാച്ചുറൽ ഈവൻസ്, സംതിങ് ലൈക്ക് ദ ഡേ ഓഫ് റാത്ത് അല്ലേ, അങ്ങനെ എന്തൊക്കെയോ ആണ് മക്കളെ. ഇത് വേറെ ലെവൽ, ലൈക്ക് ഇന്റർനാഷണൽ സ്റ്റഫാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്, ഇന്റർനാഷണൽ സ്റ്റഫ്. ഇത് കേൾക്കുമ്പോൾ തന്നെ നമ്മളൊരു ലൂപ്പിലേക്ക്, നമ്മളൊരു ട്രാൻസിലേക്ക് ഇറങ്ങി പോകുന്നുണ്ട്. കണ്ണടച്ചിരുന്ന് അല്ലെങ്കിൽ ഒരു ഹെഡ്സെറ്റൊക്കെ വെച്ച് കണ്ണടച്ചിരുന്ന് മേ ബി ഇരുട്ടത്തൊക്കെ ഒരു റൂമിൽ ഇരുട്ടത്തൊക്കെ കേട്ട് കഴിഞ്ഞാൽ വേറെ ലെവലിലേക്ക് രീതിയിലേക്ക് പോവാം. ആ രീതിയിലാണ് നമ്മൾ ഈ മണിച്ചിത്രത്ത, എക്സാക്ട്ലി ഞാൻ പറയാൻ വരികയാണ്. മണിച്ചിത്രത്താഴിൽ ആ ഒരു പഴന്തമി പാട്ടുകളിൽ നിന്ന് ആ പാട്ടിനൊരു നെഗറ്റീവ് എനർജി ഉണ്ട്. ആ നെഗറ്റീവ് എനർജി എനിക്ക് ഇതിൽ ഫീൽ ചെയ്തു. അത്തരത്തിലുള്ള ഒരു എഴുത്ത് അല്ലെങ്കിൽ ആ ഒരു മ്യൂസിക്, മണിച്ചിത്രത്താഴിലെ ആ പാട്ട് വളരെ ക്ലാസിക്കലായിട്ടാണ് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഒരു ഇന്റർനാഷണൽ സ്റ്റഫ്, ഒരു മോഡേൺ ഇതിൽ ഒരു ബീറ്റും ട്രാൻസും ഒക്കെ ആയിട്ട് ഭയങ്കരമായ രീതിയിൽ, പക്ഷെ അത് നമ്മളെ മനസ്സിലേക്ക് ഇടിച്ചു കയറുന്നൊരു സാധനം. ക്രിസ്റ്റോ സേവിയർ വേറെ ലെവൽ. ഐ ഡോണ്ട് നോ വൈ, ഇത് അണ്ടർ റേറ്റഡ് ആണ്. ക്രിസ്റ്റോ സേവിയർ എന്തുകൊണ്ട് കൂടുതൽ പാട്ടുകൾ ചെയ്യുന്നില്ല എന്നാണ്. ലൈക്ക് ഇപ്പോൾ ഭൂതകാലമാണെങ്കിലും ബ്രഹ്മയുഗമാണെങ്കിലും ക്രിസ്റ്റോ സേവിയർ ചെയ്തിരിക്കുന്നത്, രാഹുൽ സദാശിവന്റെ എല്ലാ പടങ്ങളും മൂപ്പറാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ജേക്സ് ബിജോയ് ചെയ്യുന്നത് പോലെ എന്തുകൊണ്ട് ക്രിസ്റ്റോ സേവിയർ വരുന്നില്ല എന്നതാണ്. മൂപ്പറാന്ന് ചെയ്യുന്നതാണോ വളരെ സെലക്റ്റീവായിട്ട് അറിയില്ല. ബട്ട് ദിസ് ഈസ് വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് വൺ ഓഫ് ഹിസ് കരിയർ ബെസ്റ്റ് സാധനമാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഐ ഡോണ്ട് നോ വൈ ദർ ഈസ് സോ മെനി വെരി ലെസ് വ്യൂസ് യാർ, ലൈക്ക് 12,000 വ്യൂസ് മാത്രമേ ഉള്ളൂ. ഐ ഡോണ്ട് നോ, അത് ക്രിസ്റ്റോ സേവിയറിന്റെ പേജിൽ നിന്ന്. മൂപ്പർക്ക് ആകെ 8,000 സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ. എനിക്ക് തന്നെ 5,000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അപ്പോൾ മൂപ്പര് അതുകൊണ്ടാണോ അറിയില്ല, മേ ബി ഐ ഡോണ്ട് നോ. ബട്ട് നിങ്ങളൊന്ന് കേട്ട് നോക്കുക, ഇത് കേൾക്കാത്തവരൊന്ന് കേട്ട് നോക്കുക. ലൂപ്പ് ആ ഒരു ട്രാൻസിലേക്ക് ഇറങ്ങി ചെല്ലണം എന്നാണ് ഞാൻ പറയുന്നത്. ലൈക്ക് അതൊരു വേറെ തന്നെ വരുമ്പോൾ അതൊരു സൈക്കിക്കാണ്, ഈ സൈക്കിക് സോങ് ആണ്. അതുപോലെ തന്നെ ഒരു ഹൊററുണ്ട്, ഭയങ്കരമായ ഹൊറർ, ഒരു ഹൊറർ പ്ലസ് സൈക്കിക് ഒരു അനുഭവമാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. വേറെ ലെവൽ. ഇനി ഇതൊക്കെ തിയേറ്ററിൽ ഇരുന്ന് അനുഭവിക്കുമ്പോൾ വേറെ ലെവൽ. ഇതിന്റെ ഒരു 3 ഇരട്ടിയുള്ള വേറെ കുറേ സാധനങ്ങളും മിക്സ് ആയിട്ടായിരിക്കും തിയേറ്ററിലേക്ക് വരിക. എൻ്റെ ഒക്ടോബർ 31 സോ എക്സൈറ്റഡ്, സോ മച്ച്. എന്നെ FDF തന്നെ ഞാനത് ബുക്ക് ചെയ്യുന്നുള്ളത് 100% ഉറപ്പാണ്. തിയേറ്ററിൽ ഇരുന്ന് കാണും എന്തായാലും. സോ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് താഴെ കമന്റായി രേഖപ്പെടുത്തുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. സോ താങ്ക് യു സോ മച്ച് ഗൈസ് ഫോർ വാച്ചിങ് ആൻഡ് കീപ് വാച്ചിങ്. റിമെമ്പർ ദ നെയിം ഗൈസ് ഇസ് ബാൾട്ടൻ ബിയർ റിയാക്ട്സ്.